വാർത്തകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വിവാദ വാർത്തകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന ഒരു ഹാൻഡ് ബുക്ക്, ഒരു നിർദ്ദേശം മിക്ക മീഡിയ സ്ഥാപനങ്ങളിലുമുണ്ട്. ഗൗരവത്തോടെ ന്യൂസിനെ സമീപിക്കുന്ന മിക്ക മീഡിയ സ്ഥാപനങ്ങളിൽ അതിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു സാഹിത്യ സംവിധാനം അവിടെയുണ്ട്. സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് അവിടെ ഉണ്ടാവും. എന്ത് പ്രയോഗിക്കണം, ഏത് വാക്ക് എങ്ങനെ പ്രയോഗിക്കണം, അതെങ്ങനെ നമ്മുടെ ഇതിനകത്ത് ഉച്ചരിക്കണം, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ പറയണം എന്നൊക്കെ പറയുന്ന ഒരു ഹാൻഡ് ബുക്ക് എല്ലാ മീഡിയയ്ക്കുമുണ്ട്. അത് അങ്ങനെ പ്രവർത്തിച്ചു വന്നവർക്ക് അത് മനസ്സിലാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി മഹാസമാധി എന്ന് ആഘോഷിക്കുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് നോക്കുമ്പോൾ കിട്ടിയൊരു മാതൃക പറയാം. അത് ദേശാഭിമാനിയുടെ റിപ്പോർട്ടിംഗ് ആണ്. കല്ലറ പൊളിച്ച് മഹാസമാധി അല്ല, അന്ന് സമാധി, ആ സമാധി എന്ന് പറയുന്നിടത്ത് കല്ലറ പൊളിച്ചിട്ട് മൃതദേഹം എടുത്തുകൊണ്ട് പോയിട്ട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് വിട്ടുകൊടുത്തിട്ട് അത് സംസ്കരിച്ച മഹാസമാധി, ഋഷിപീഠം എന്നൊക്കെ പേരിട്ട് ഉള്ള മഹാസമാധി വാർത്ത പൊലിപ്പിച്ച് ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും പ്രിന്റ് മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളൊക്കെ എങ്ങനെ ആഘോഷിച്ചു ആ ഹെഡിങ്ങും വാർത്തകൾ ഹെഡ്ലൈൻസും ഒക്കെ നോക്കിയാൽ മതി. പക്ഷെ ഒരു പത്രം, ഒരു മീഡിയ ദേശാഭിമാനി കൊടുത്ത തലക്കെട്ടും വാർത്തയും ഒന്ന് വായിച്ചു നോക്കണം. മറ്റ് മാധ്യമങ്ങൾ, മറ്റ് മാധ്യമ പ്രവർത്തകർ വായിച്ചു നോക്കണം. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്. ആ തലക്കെട്ടിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഇവിടെ കണ്ടു നോക്കുക. ആറാലുംമൂട് ഗോപനെ സംസ്കരിച്ചു. ഒന്നുകൂടി പറയാം. ഗോപൻ സ്വാമിയുടെ മഹാസമാധിയെക്കുറിച്ച് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ പറയുകയാണ്, ആറാലുംമൂട് ഗോപനെ സംസ്കരിച്ചു. അത്രയേ ഉള്ളൂ. ഒരു അസ്വാഭാവിക മരണ സർട്ടിഫിക്കറ്റ് ഇല്ല. കോടതി ഇടപെട്ടു. ആദ്യം പോലീസ് കേസെടുത്തു. മിസ്സിംഗ് കംപ്ലൈന്റ് വന്നു. അയൽവാസി പരാതി കൊടുത്തു. പോലീസ് കേസെടുത്തു. അന്വേഷിക്കാൻ RDO ചെന്നു. കളക്ടർ പിന്നെ ചെന്നു. സമ്മതിക്കില്ല. വിശ്വാസം ഉടനെ കൊണ്ട് നടുക്ക് കയറ്റിയിട്ടു. വിശ്വാസമാണല്ലോ എല്ലാം പ്രധാനം. അതിനകത്ത് വിശ്വ ഹിന്ദു പരിഷത്ത്, മറ്റ് RSS സംഘപരിവാർ ഗ്രൂപ്പുകൾ എല്ലാം കൂടി ഏറ്റെടുത്തു. പ്രശ്നമാണ്. ഗോപൻ, ഈ ആറാലുംമൂട് ഗോപൻ വലിയ വിശുദ്ധനായി പെട്ടെന്ന് മഹാസമാധിയായി കഴിഞ്ഞു. കോടതിയിൽ പോയി, ആനുകൂല്യം കിട്ടില്ല. കോടതി പറഞ്ഞു അതെടുത്ത് പരിശോധിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ നടപടികളായിട്ട് RDOയ്ക്കും ജില്ലാ ഭരണകൂടത്തിന് ജില്ലാ കളക്ടർ മുന്നോട്ട് പോകാം. പിന്നെ തടയാൻ പറ്റിയില്ല. നയപരമായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ടത് സർക്കാർ ഡീൽ ചെയ്തു. അവിടെ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല. ഒക്കെ പരിഹരിച്ച് ഡെഡ് ബോഡി പുറത്തെടുത്തു. മൃതശരീരം പുറത്തെടുത്തു. കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. റിപ്പോർട്ട് വന്നു. ബോഡി വിട്ടുകൊടുത്തു. മോർച്ചറി കൊണ്ടുവച്ചിട്ട്, സ്വകാര്യ മോർച്ചറി കൊണ്ടുവച്ചിട്ട് നാമജപ ഘോഷയാത്ര, എഴുന്നള്ളിപ്പ്, മഹാസമാധി, മറ്റേ മറിച്ച് എല്ലാം നടന്നു. അപ്പോഴേ ദേശാഭിമാനി ഇവിടെയുണ്ട്. ആറാലുംമൂട് ഗോപനെ സംസ്കരിച്ചു എന്ന് മാത്രമാണ് വാർത്ത. അന്ധവിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ, സർക്കാർ, മാധ്യമങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പം ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു, ശിവഗിരിയുടെ മണ്ണിൽ പറഞ്ഞു, ഉടുപ്പ് ഊരി ക്ഷേത്രത്തിൽ പോകേണ്ടതില്ല, ഉടുപ്പിട്ട് തന്നെ പോകാൻ അനുവദിക്കണം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ സപ്പോർട്ട് ചെയ്ത അതേ വേദിയില മുഖ്യമന്ത്രി ഉദ്ഘാടകനും ശിവഗിരിമഠത്തിൻ്റെ മേധാവി അധ്യക്ഷനുമായ ചടങ്ങിൽ അദ്ദേഹം അങ്ങനെ മഠാധിപതി ഒരു നിർദ്ദേശം വെച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചു. അതിൻ്റെ പിറ്റേന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അതേ വേദി വന്നിട്ട് പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചു. അപ്പം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീഷിന് ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സർക്കാരും ഏത് ദിശയിലാണ് പോകുന്നതെന്നും ഇവിടുത്തെ പുരോഗമന മാധ്യമങ്ങൾ ഓരോന്നിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഉള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ദേശാഭിമാനിയുടെ ഈ തലക്കെട്ടിനെ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതായത് ആറാലുംമൂട് ഗോപനെ സംസ്കരിച്ചു. അത്രയേ ഉള്ളൂ വാർത്ത. ഇവിടെ എന്തൊക്കെ കോലാഹലം വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോ. അതിനൊന്നും ആയുസ് ഉണ്ടാവില്ല.
എന്താ മാധ്യമങ്ങളുടെ ചാനലുകളുടെ ന്യൂസ് ചാനലുകളുടെ ടെലിവിഷൻ റേറ്റിംഗ് ഇപ്പൊ കുറയുന്നു എന്നുള്ള കാര്യം മനസ്സിലായോ? വിശ്വാസ്യതയുള്ള മാധ്യമങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ. അവർക്ക് മാത്രമേ വായനക്കാരെയും പ്രേക്ഷകരെയും കിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ അവരുടെ സ്ഥാനം ചവറ്റ് കൊട്ടയിലായിരിക്കും, ചരിത്രത്തിൽ ഡസ്റ്റ് ബിൻസിലായിരിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്.